എന്നാലും എങ്ങനെ നടന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആര്യനെ കുറിച്ചാണ്. ശരിക്കും ലൈവില് ആ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോള് വീണ്ടും ബെഡ് സ്പേസിൽ വന്നിരുന്നു. അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അനുമോള് ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ശൈത്യക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ട് അനുമോളടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസക്കായും പറയുന്നുണ്ട് അനുമോളെ നീ ഫുഡ് കഴിക്ക് എന്ന്. അപ്പോൾ അപ്പാനി വന്നിട്ട് പറയുന്നുണ്ട് നിനക്കുള്ള ഫുഡ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നീ വന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിച്ചില്ലേലും ഞാൻ തല ഇറങ്ങിയൊന്നും വീഴത്തില്ല, എനിക്ക് ഫുഡ് വേണ്ട. അതിന് അനുമോളുടേതായ ഒരു ന്യായമുണ്ട്. കാരണം കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ ആര്യനും അവിടെയുള്ള കുറച്ചു പേരൊക്കെ പറഞ്ഞിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ തരാതിരുന്നാൽ മതി, അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അനുമോള് ആ ചെയ്തതിൽ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ബിന്നി വന്നിട്ട് ഓൾവേസ് പറയുന്നത്, ബിന്നി അതങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റെന കിച്ചണിൽ ഉള്ളത് കൊണ്ടാണ് അനുമോള് കിച്ചണിൽ കയറാത്തത് എന്നൊക്കെ. അങ്ങനെ ആ ഒരു സീൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ആര്യൻ ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ആര്യൻ സെൽഫായിട്ട് തന്നെ പറയുന്നുണ്ട് താനൊരു കട്ടപ്പനയിലെയും കുന്നംകുളത്തെയും പിന്നെ പലയിടത്തെയും രൺബീർ കപൂർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് അനുമോളുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര കൊഞ്ചലും കുഴയലും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ചൊക്കെ ദേഷ്യത്തോടൊക്കെ തന്നെ അനുമോള് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്, നീ എന്തു ഈ കാണിക്കുന്നത്, നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അനുമോള് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാതിരി കുഴഞ്ഞു മറിഞ്ഞിട്ട് റൊമാൻറ്റിക് എന്നല്ല പറയേണ്ടത്, അതിന് വേറെ വല്ലതൊക്കെ പറയണം. അപ്പൊ അങ്ങനെയൊക്കെ ആര്യൻ അനുമോളോട് ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുകയാണ്. അങ്ങനെ കുറേ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അനുമോളടുത്തുനിന്ന് അവിടുന്ന് ഡിറ്റാച്ച് ആയിട്ട് എഗെയിൻ ആദില നൂറ അവരുടെ അടുത്തേക്ക് വരുന്നു. നൂറയെടുത്ത് കുറേ അധികം കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരാം, നിനക്കിങ്ങനെ വായിൽ വെച്ച് തരാം എന്നൊക്കെ കിടന്ന് നൂറയെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ജിസേലാണല്ലോ തമ്പുരാട്ടി. അപ്പൊ തമ്പുരാട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ജിസേലിന്റെ മുന്നിൽ കുറച്ച് അവിടെ കിടന്ന് കുറെ വിരകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അവിടെ സംഭവിക്കുകയാണ്. അപ്പം ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ പറയുന്നത് വെച്ചാൽ അനുമോള് കിച്ചണും വെസലും ഒന്നിച്ച് ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അനുമോൾ ആ ഗ്രൂപ്പിൽ ഉള്ളതാണ്. പക്ഷെ രാവിലെ തൊട്ട് അനുമോള് ഒരു പണിയും കിച്ചണിൽ കയറി ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വെസൽ ടീമിൽ പോയി നിനക്ക് അവിടുത്തെ കാര്യം ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അനുമോളോട്. ബിന്നിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ നീ വെസൽ ക്ലീനിങ്ങിന് അത് മാത്രമായിട്ട് എന്ന് പറയുന്നുണ്ട്. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ടാസ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അനുമോളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടാസ്ക് ചെയ്തത്. അത് പലരും ഏറ്റവും കൂടുതലും അനുമോൾക്ക് നെഗറ്റീവായിട്ടാണ് ഞാൻ ഈ ഒരു ടാസ്കിന്റെ കാര്യം കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല അടിമയാകാൻ കഴിയാത്ത ആള് അതാണ് അനുമോള്. അപ്പൊ ആ ക്വാളിറ്റി എന്തായാലും ശരി അനുമോള് കാണിക്കട്ടെ. അതുകൊണ്ടാണ് ആ ടാസ്കിൽ അനുമോൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത് എന്ന് കണ്ടാൽ മാത്രം മതി. ഈവൻ അനുമോളുടെ അടുത്തേക്ക് വന്ന് ജിസേലും നെവിനും വന്ന് കാര്യം പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അത് നല്ലൊരു ക്വാളിറ്റി അനുമോൾക്കുണ്ട്. കാരണം അടിമയാകാൻ താല്പര്യമില്ല. ടാസ്കിൽ മറ്റൊരാൾ അഭി പറഞ്ഞതും ഇതുപോലെയായിരുന്നു, എനിക്ക് നിങ്ങളുടെ അടിമയാകാൻ താല്പര്യമില്ല. അപ്പം അനുമോളും അഭിയുമാണ് ആ ടാസ്ക് ബെസ്റ്റാക്കി ചെയ്തത്. ഇനി അഭി വന്നിട്ട് അപ്പൊ അഭിക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോളുടെ ആ ഒരു പോയിന്റുകളും അനുവിന്റെ ആ ഒരു നിലപാടും. അനുവിന് ഒറ്റ നിലപാടേ ഉള്ളൂ. അപ്പൊ അനുവിന്റെ ആ നിലപാടൊക്കെ അഭി അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ബെഡിൽ വന്ന് അനു ഇരിക്കുമ്പോൾ അഭി വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് നീ കിച്ചണിൽ കയറണ്ട, പക്ഷെ ആ പാത്രം കഴുകാലോ, നീ വെസൽ ടീമിനുള്ളതല്ലേ, വെസൽ ടീമും കിച്ചണും ഇപ്പൊ ഒന്നിച്ചാണ്, അപ്പൊ നീ വെസൽ ടീമിൽ കയറ് ചെയ്യ് എന്നൊക്കെ അഭി പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കുറച്ച് ജോലികൾ ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യണ്ടേ, ബാക്കി നിന്റെ നിലപാടൊക്കെ ശരിയാണ് എന്ന് അഭി ശരി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടായിരിക്കാം അഭി വന്ന് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം അനുമോള് പതിയെ കിച്ചണിൽ പോയി വെസൽ ടീമിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ സെൽഫായിട്ട് എടുത്ത് കഴുകുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ക്യാമറ കംപ്ലീറ്റ്ലി ഇപ്പൊ അനുമോളടുത്താണ്. എനിക്ക് തോന്നുന്നു നെവിൻ ഏറ്റവും കൂടുതൽ, എനിക്ക് നെവിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന എപ്പോഴാണെന്നറിയോ, നെവിൻ വെറുതെ ഇരുന്നിട്ട് അനുമോള് വെറുതെ ഒരിടത്ത് നിൽക്കുകയാണെങ്കിലും നെവിൻ വന്നിട്ട് അനുമോളെ ചൊറിഞ്ഞിട്ട് നീ ആ ക്യാമറ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. ശരിക്കും ഇത് സ്റ്റാർട്ടിങ് തൊട്ടേ കാണിച്ചുകൊണ്ടിരുന്നത് നെവിനാണ്. നെവിൻ ആദ്യം വന്ന സമയത്ത് ആദ്യത്തെ ഒരു 2 ആഴ്ചയോളം നെവിന് വലിയ കമ്പനിയൊന്നുമില്ല. നെവിൻ ബിഗ് ബോസുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്. കാരണം ക്യാമറയുടെ അടുത്ത് വന്നിരുന്നിട്ട് നീ എന്നെ ഇപ്പൊ നോക്കുകയാണോ, നീ എന്നെ കുറച്ച് മുന്നേ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നെവിൻ ഇന്ന് ആ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ബിഗ് ബോസ് കൊട്ടാരത്തിലെ രാജാവായിരിക്കുകയാണ്. അതൊക്കെയാണ് നെവിന്റെ ഒരു ക്വാളിറ്റി. പക്ഷെ ആ നെവിൻ ഇപ്പോൾ അനുമോളെടുത്ത് ചുമ്മാ ചൊറിഞ്ഞോണ്ട് പറയുന്നത് നീ ആ ക്യാമറ കാണിക്കാനല്ലേ എന്ന്. അപ്പോൾ ടാസ്കിന്റെ സമയത്ത് ഇത് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ ക്യാമറ കണ്ട് വളർന്നത് കൊണ്ട് എനിക്ക് ക്യാമറ കാണുമ്പോൾ കുറച്ച് വീഴുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നല്ല മറുപടികളൊക്കെ അനുമോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അനുമോള് വീണ്ടും ആ ഒരു വെസൽ ക്ലീനിങ്, അതായത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു സ്ഥലത്താണ്
അപ്പോൾ ഇനി ഒരു അടി അപ്പാനിയും അനുമോളും തമ്മിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ കണ്ട പ്രൊമോ അത് ഏകദേശം ഈ ഒരു അവസ്ഥയിലാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം അനുമോളുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതലും അനുമോളിനെ തന്നെ ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ റീസൺ, ഇവിടെ ബിഗ് ബോസ് അകത്തും ബിഗ് ബോസ് വീടിന് പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലും ഇപ്പോൾ 2 ടീമേ ഉള്ളൂ. ഒന്ന് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ ബാക്കി ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളും. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ആര്യൻ ഒരു നല്ല മത്സരാർത്ഥി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു തരത്തിലും ആര്യൻ ഒരു മത്സരാർത്ഥിയേ അല്ല. അതാണ് പറഞ്ഞത്, ഒരു കൃമി കീടം മാത്രമാണ് ആര്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അനു എന്ത് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നതിന്റെ റീസൺ. കാരണം ലൈവിൽ എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പം അത് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പോൾ വരെയുള്ള ഇന്നത്തെ ദിവസം അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്തിനാണ് അപ്പാനിയുടെ വൈഫിനെ അവിടെ പിടിച്ചിട്ടത് എന്നുള്ളത് നമുക്ക് ബാക്കി ലൈവ് കാണുമ്പോൾ കാണിച്ചിട്ട് ഞാനത് പറയാം. ആ അപ്ഡേറ്റ് ഞാൻ ഉടനെ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.